ഹായ്, ഇറ്റ്സ് മീ ബൈ ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ പൊള്ളാച്ചി വരെ പോവുകയാണ്. ഞാൻ ഓൾറെഡി BSc ഗ്രാജുവേറ്റഡ് ആണ്, BSc സൈക്കോളജി. അപ്പോൾ MSc സൈക്കോളജിക്ക് പൊള്ളാച്ചിലൊരു കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നേരിട്ട് പോയിട്ട് തന്നെ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ആദ്യം എടപ്പാൾക്ക് പോയിട്ട് അവിടെ നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സും എൻ്റെ കസിനും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 മണിക്ക് തന്നെ നമ്മൾ നീറ്റിട്ടുണ്ട്. വളരെ നേരത്തെയാണ്. ഇപ്പോൾ ഏകദേശം 4 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ എടപ്പാൾക്കാണ് പോകുന്നത്. എടപ്പാൾക്ക് പോകുന്നത് 2 ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കസിനും നമ്മളെ കൂടെ വരുന്നുണ്ട്. സോ അവനെയും കൂട്ടണം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MScക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൊള്ളാച്ചി വരെ പോവുകയാണ്. സോ കോളേജൊക്കെ ഒന്ന് കാണാനും അതേപോലെ തന്നെ നമുക്ക് ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാവലിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏകദേശം കോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഒന്ന് ചായ കുടിച്ച് ബൂസ്റ്റാവാന്ന് വിചാരിച്ചു. 2 പേരും ഉറക്കം ശരിയാകാത്തവരാണ്. സോ നല്ല ക്ഷീണമുണ്ട്. നമ്മൾ ഇന്നലെ 11 മണി കഴിഞ്ഞിരിക്കണം ഏകദേശം കിടക്കുമ്പോൾ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കോഫി കുടിച്ചൊന്ന് ഉഷാറാവാം. നമ്മൾ എടപ്പാളത്തെ വീട്ടിൽ നിന്നാണ് സുബൈ നിസ്കരിക്കണത്. കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സുബൈ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 5:30 കൂടി എടപ്പാളെത്തി. എന്നിട്ട് നമ്മൾ സുബൈക്ക് നിസ്കരിച്ച് നമ്മൾ നേരെ 2 ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ വീഡിയോനകത്ത് പറയണത് എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ നോർമലി ഇങ്ങനെ കുറേ വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരാളല്ലല്ലോ, സ്റ്റാർട്ടിങ് അല്ലേ. അപ്പം ഇവരൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ ഇവർക്കത് പുതിയതായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാനും അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഒരു വലിയൊരു സ്കില്ലാണ്. അതുകൊണ്ട് എനിക്കിതൊരു വലിയ കളിയാക്കലോ അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഞാൻ അങ്ങോട്ട് പറയുകയാണ്. സംഭവം എനിക്ക് നല്ല ഷെയിമേഡ് ഉണ്ട് ഒരു പബ്ലിക്കിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ. പക്ഷേ അത് പതിയെ ശരിയാവും. കാരണം എനിക്കൊരു ഇഷ്ടമുള്ള മേഖല ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് പതിയെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. ഏകദേശം പാലക്കാട് എത്താനൊക്കെ മുമ്പ് എൻ്റെ ഫ്രണ്ടിൽ ഒരാൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒന്ന് പുറത്തിറങ്ങി. അവളൊന്ന് ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ചൊന്ന് കൂളായിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നമ്മൾ ഓൾറെഡി പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് സ്നാക്സ് കൊടുന്ന് ടീ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ടീ കുടിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ സ്നാക്സ് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം വൊമിറ്റ് ചെയ്യും എന്നുള്ള പേടിയുണ്ട്. നല്ലൊരു മോനാണ് ഇയാളെ പറയണത്. ഷാലു മലപ്പുറം സ്പെഷ്യല് പാലക്കാട്ടേക്ക് കൊടുക്കാണ്. മലപ്പുറം ടേസ്റ്റ് പാലക്കാട്ടേരെ അറിയിക്കുക. നമ്മളെ നാട്ടിലെ സ്പെഷ്യലാണ് ഒരു സ്വീറ്റ് ആണ്. കുഴപ്പമില്ല. നമ്മളെല്ലാവർക്കും കൊടുത്തതാ. അപ്പൊ എല്ലാരും കൊടുത്തിരിക്കുന്നു. വർക്കിംഗ് അല്ലേ? എത്ര നേരം നമ്മൾ പറഞ്ഞിട്ട് വർക്കിംഗ് അല്ലേ. ഹലോ ഗൈസ്, ടിയാന വോമിറ്റ് ക്ഷീണിച്ചു. ലെമൺ ടീ കുടിക്കാണ്. നമുക്ക് ലെമൺ ടീയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. നമുക്ക് നല്ല ലെമണിന്റെ ചോയുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാലേ. നല്ല നാരങ്ങ ചോയുണ്ട്. പിന്നെ മാങ്ങയുടെ ചോയ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ടിയാന്റെ പത്തിലെന്നും പറയും, മുട്ട പത്തിലെന്നും പറയും.
ക്രഞ്ചി ഉണ്ടോ കടുക തണുത്തു പോയി. പേടിയാ കഴിക്ക്. നല്ല ചായ ഉണ്ട്, ബ്രെഡ് പൊരി ഉണ്ട്, പഴമുണ്ട്, ഷുഗർ കട്ട്. എന്നിട്ട് ഇരുന്ന് ഈ ഇത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഷാലു. ആള് ഷുഗർ കട്ടാണ്. ഷുഗർ കട്ടൊക്കെയാണ്, പക്ഷേ അത് ഹെൽത്തിക്ക് വേണ്ടിട്ടോ. ഹെൽത്തിന് വേണ്ടിട്ട് പൊരിച്ചതും എല്ലാം കഴിക്കുന്നുണ്ട്. ഇതിന്റെ നേരത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ കേസ് ഏകദേശം കോളേജിലേക്ക് എത്താനായി. ജസ്റ്റ് 2 മിനിറ്റ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുതിയ കോളേജ്. നമ്മൾ എന്തായാലും എക്സൈറ്റഡ് ആവും. കാരണം എന്താ വെച്ചാല് നമ്മള് ഇത്രയും കാലം വളരെ ചെറിയൊരു കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. ഒരു കോളേജ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല. സോ അന്നേ നമ്മൾ തീരുമാനിച്ചാണ് നമ്മൾ MSc നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ളത്. സോ നല്ല കോളേജാണെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടിട്ടില്ല, അഡ്മിഷൻ ഒക്കെ ഓൺലൈനിലാണ്. സോ നമ്മള് കാണാൻ പോവാണ്. ഏകദേശം കോളേജിലെ അഡ്മിഷൻ എടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് ഒരു ദിവസം ആദ്യമായിട്ട് വന്നിട്ടുള്ളൂ, അപ്പൊ സൂപ്പർ എന്നൊക്കെയാണ് പറയണത്. ഇനി അങ്ങോട്ട് അല്ല കാണാം. ഫസ്റ്റ് ഇംപ്രഷൻ അതൊരു ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ലതാണ്. അതെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് എത്താൻ പോവാണ്. ഏകദേശം എന്നാലും ഇവിടെ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല റോഡാണ്, നല്ല റോഡ്. വ്യൂ ഒക്കെ നല്ല വ്യൂസ് ആണ്. നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ? കാരണം നമ്മൾ തമിഴ്നാട് എന്ന് പറയുമ്പോ നോർമലി മനസ്സിലൊക്കെ എന്താ അത്ര വലിയ അടിപൊളി സ്ഥലം ഒന്നല്ല, അങ്ങനെ നമുക്ക് തോന്നും, നമ്മൾ തോന്നലാണ്. പക്ഷെ അവിടെ വന്ന് ഇവിടെ കണ്ടപ്പോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. അടിപൊളിയാ, നല്ല നല്ല റോഡ്. എടുത്തു പറഞ്ഞ കാര്യം, റോഡൊക്കെ അടിപൊളി റോഡാട്ടോ. വിൻഡ്മിൽ കാണുന്നുണ്ട്. ലാസ്റ്റ് അവിടെ ഏകദേശം നമ്മൾ കോളേജിലേക്ക് കയറാനായി. നമ്മൾ അങ്ങോട്ട് കയറാണ്. അപ്പോ കോളേജിലേക്ക് കയറാണ്. എൻട്രൻസ് അഡ്മിഷൻ എടുത്തതിന്റെ പക്ഷെ എൻട്രൻസ് ഒക്കെ വേറെ ആരെങ്കിലും കൊടുക്കും. നമ്മളെ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തേ. അപ്പൊ കോളേജ് നോക്കാൻ വേണ്ടി വന്നതാ. എടുത്തിക്കണ ഓൾറെഡി, കോളേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓൾറെഡി അഡ്മിഷൻ അടിച്ചെടുക്കാം. എടുത്തു വെച്ചോ? എക്സാം നടന്നുകൊണ്ടിരിക്കാന്നാ പറയുന്നത്. അപ്പൊ നോക്കിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ അവസ്ഥ കോളേജിന്റെ? ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ അടിപൊളിയാണ്. നല്ല എന്തായാലും പെട്ടിക്കൂട്ടിൽ നിന്നും മറ്റേ രാജകൊട്ടാരത്തിലേക്ക് നടന്ന പോലെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവരുത്. നമ്മൾ എവിടക്കാ പോവേണ്ടതെന്ന് അവിടേക്കാ കോളേജ് ക്യാമ്പസ് ഒരു രക്ഷയില്ല. നല്ല എന്താ പറയാ പച്ചപ്പും ഹരിതാപകരൊക്കെ നടന്നിട്ടുള്ള. ആക്ച്വലി നമ്മൾ പോയ സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ, നമ്മൾ പോയ ദിവസം അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കോളേജ് കാണുന്നതിലും അതുപോലെ ക്ലാസ് റൂമൊക്കെ ഒന്ന് പോയി നോക്കുന്നതിലൊക്കെ ഒരു പരിമിതി കുറവുണ്ടായിരുന്നു, ഒരു പെർമിഷൻ കുറവുണ്ടായിരുന്നു. ഓവർ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ കോളേജിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാൻ പറ്റി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമല്ലോ, അതിന് വലിയൊരു കാര്യം. പിന്നെ നമുക്ക് അവിടുത്തെ ആൾ നമ്മൾ ആ കോളേജിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്ന്, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള എല്ലാ എക്സ്പ്ലനേഷൻ തന്ന്. പിന്നെ നമ്മൾ ഇന്ന് വരാൻ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ PG സെറ്റ് ചെയ്യുന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഓൺലൈനിൽ ഒരു PG നോക്കിയ സമയത്ത് അത് ചെറിയൊരു ഫേക്കും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയിട്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ എത്തിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ ടാസ്ക്, മെയിൻ ഉദ്ദേശം അതാണ്. ഇന്ന് നമ്മൾ 4 മണിൻ്റെ ഉള്ളിൽ ഒരു PG സെറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മളെ മുന്നിലുള്ള കാറുണ്ടല്ലോ, ആ ടീം തന്നെ നമുക്ക് ഇന്ന് PG സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെ കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ കൂടെ PG നോക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ പോയ PG അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫെസിലിറ്റീസും അതേപോലെ തന്നെ സേഫ്റ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു PG തന്നെയാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ടാമത്തെ PG നോക്കാമെന്ന് കരുതി. അങ്ങനെ രണ്ടാമത്തേൽ പോയി. അത്യാവശ്യം സേഫ്റ്റിയും ഉണ്ട്, ഫെസിലിറ്റീസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഓവർ പ്രൈസും അല്ല, നോർമൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളത് ഏകദേശം ഫിക്സ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്.
ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാം ചോദിച്ചു പറഞ്ഞ് അത് കൺഫർമേഷൻ കൊടുത്തു, അഡ്വാൻസും കൊടുത്തു. പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കുക എന്നുള്ളത്. കാരണം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം. ഓൾറെഡി നമ്മൾ നല്ല ടയേർഡാണ്, ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശക്കണും ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് നമ്മൾ പുറത്തുനിന്നല്ല കഴിക്കണത്, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എടപ്പാളത്തെ ഉമ്മ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമ്മളെ കാറിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കാനാണ് നമ്മൾ പ്ലാന്. അപ്പോൾ നല്ലൊരു പ്ലേസ് നോക്കി അവിടെ വണ്ടി നിർത്തി. ഇരിക്കാനൊന്നും സൗകര്യമില്ല, പിന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കാറിൽ ഇരിക്കണം. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ മണം വരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ പുറത്ത് നിന്ന് കഴിക്കുന്ന സമയത്ത് ആർക്കും അങ്ങനെ ഫുള്ളായി പോകുന്നില്ല, ബിക്കോസ് ഗ്യാസ് കയറിയിട്ടാണ് തോന്നുന്നു. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ച എല്ലാവരും വിശപ്പൊക്കെ തീർത്ത് കുറച്ചും കൂടി ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്തായാലും ഒരുപാട് ലേറ്റാവും, അപ്പോൾ ഭക്ഷണം നാശാവും ചെയ്യും. അപ്പം അത് ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള പ്ലാനിങ് നമ്മൾ കുറച്ച് നേരം നിന്നു. അങ്ങനെയാണ് കുറച്ച് ചേച്ചിമാർ എന്താ പറയുക നമ്മുടെ അടുത്തേക്ക് വന്നതും ഫുഡ് ചോദിച്ചതൊക്കെ. അപ്പം നമ്മൾ ഫുഡ് അവർക്ക് കൊടുത്തു. ആ സമയത്ത് എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഫീലും ഭയങ്കര സന്തോഷം ഉണ്ടായി. എന്താ വെച്ചാൽ ആ ഫുഡ് വേസ്റ്റ് ആവും എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് വേസ്റ്റായാലും വലിയ പ്രശ്നമില്ല, പക്ഷേ ഫുഡ് വേസ്റ്റായി കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വേസ്റ്റ് ആവുമോ അല്ലെങ്കിൽ നാശമാവുമോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് അവരെത്തിയത്. അവർക്ക് കൊടുത്ത് അവർക്കത് ഭയങ്കര സന്തോഷമാവും ചെയ്ത്. ചെറിയൊരു വിഷമം എന്താ വെച്ചാൽ കുറേ പേരുണ്ടായിരുന്നു, നമുക്ക് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല, കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് ഇനിയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പൊള്ളാച്ചി വരെ വന്നതാണ്. അപ്പോൾ ഇവിടെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത സമയത്ത് വാൽപ്പാറ എന്നുള്ള സംഭവം കണ്ട്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് വാൽപ്പാറയെ പറ്റിയിട്ട്, അവിടെ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ വരെ പോവാം, ഇതുവരെ വന്നതല്ലേ വെച്ചിട്ട് ജസ്റ്റ് പോവാം. സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു ഫീലായൊരു കാര്യമുണ്ട്. ഈ ഒരു പ്ലേസിലേക്ക് നമ്മൾ കയറാതെ നേരെ വീട്ടിലേക്കാണ് തിരിക്കുകയായിരുന്നെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. കാരണം അത്ര അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നമുക്കൊരു പോസിറ്റീവ് ഫീൽ തരുന്ന നല്ലൊരു പീസായിട്ടുള്ള അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു അടിപൊളി സ്പോട്ട്. ഫൈനലി നമ്മൾ എടപ്പാളെത്തിയതിന് ശേഷം നമ്മളെല്ലാവരും നല്ല ടയേർഡായതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. പക്ഷേ 24 hours റെസ്റ്റോറൻറ്റ് എടപ്പാൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കിട്ടിയ ഒരു ഷോപ്പിൽ കയറി. അത് വല്ലാത്തൊരു കഥയാണ്, അട്ടർ ഫ്ലോപ്പായിട്ടുള്ള ഫുഡാണ്. നമ്മൾ ബ്രോസ്റ്റും ലോഡർ ഫ്രൈസാണ് ഓർഡർ ചെയ്തത്. ലോഡർ ഫ്രൈസ് പിന്നെയും കുഴപ്പമില്ല, ബ്രോസ്റ്റഡ് കഴിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും മോശമായിട്ടുള്ള ഫുഡ്. ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്തായാലും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്